നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാൻ തരാം ഭരണകൂടത്തോട്. എടാ ഉളുപ്പും മാനം അവസാനം ഉസുറും പുളിണ്ടടാ, നാണോ മാനോ താന്തി തറവാടുണ്ടാ നിങ്ങൾക്ക്. ഭരണകൂടത്തോടെ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ. പൊന്നാന്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് കാണുങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ തമ്മാടിത്തരാണെങ്കിൽ നമ്മൾ സഹിക്കൂല, നമ്മളെ മക്കൾ സഹിക്കൂല. അത്രമാത്രം ഇടങ്ങാറായിട്ടാണ് സാധുക്കള്, അത്രമാത്രം ഇടങ്ങാറായിട്ടാണ് സമരം നടത്തി 6 വർഷക്കാലം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ഭാഗത്ത് കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞാൽ ഫ്രഷ് കട്ട് വിചാരിച്ചാൽ പിന്നെ ബേക്കറിന്റെ പേരാന്ന് വിചാരിക്കും. നാറികള് നശിച്ച് നാറണ കല്ലെടുത്ത ചീഞ്ഞ് നാറിയ വേസ്റ്റ്, കോഴി വേസ്റ്റ്, രക്തവും ചെലവും ഛർദിയ ഇത്രമാത്രം വൃത്തികെട്ട സാധനം നാട്ടുകാർ എന്റെ നിങ്ങളുടെ വീടിന് മുമ്പിൽ കൊണ്ടുവിടാൻ പറ്റുമോ? ഈ പറയുന്ന പോലീസുകാരുടെ മുമ്പിൽ കൊണ്ടുവന്നവർ അവർ സമ്മതിക്കോ? പുഴയിലേക്ക് 50 മീറ്റർ ദൂരം പോലുമില്ല. ആ 50 മീറ്റർ ദൂരമില്ലാത്ത സ്ഥലത്താണ് ചോര ഒഴുകുകയാണ്. ചോരവും ചരി ചീഞ്ഞ നാറിയ പുഴുക്കളും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ നാറിയ കമ്പനി പരമനാറികളെ തന്തിയും തറവാടുമില്ലാത്ത പരമച്ചെറ്റകൾ ഒഴുക്കി വിടുന്നത്. അതിനെതിരെ സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ നട്ടലില്ലാത്ത ഭരണകൂടം തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ് ചെയ്തത്. അത് പറയാതിരിക്കാൻ വയ്യ. കട്ടിപ്പാറ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓമശ്ശേരി, താമരശ്ശേരി, അതുപോലെ തന്നെ കോടഞ്ചേരി പഞ്ചായത്ത് നിവാസികൾക്കാണ് ഇതിന്റെ പ്രയാസം. എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിട്ടറിയോ? ഇന്ന് ഞാൻ വിളിച്ച പൊന്നാൻ സഹോദരന്മാരെ ഒരു പെണ്ണ് കരയാണ്. ഞങ്ങൾ എന്താ ചെയ്യാ? കൊറോണ കാലത്തുള്ള പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ട് എന്താ ഗിഫ്റ്റ് കൊടുത്ത് തരുമെന്ന് പറഞ്ഞ് അത്രമാത്രം നാറിയ ഭരണകൂടമേ നട്ടല്ലിണ്ടടാ. ഞാൻ എനിക്ക് അഭ്യസന വകുപ്പിനോടെ പറയാനല്ലേ, നട്ടല്ലി പറഞ്ഞ സാധനം തനിക്കുണ്ടോ? ഒരു മെഹറൂഫ് കോടഞ്ചേരി, ഞാൻ പറഞ്ഞില്ലേ, മെഹറൂഫ് തട്ടാഞ്ചേരി എന്ന് പറഞ്ഞ നിങ്ങളെ ഡിവൈഎഫ്ഐന്റെ നേതാവാണ്. ആ ഡിവൈഎഫ്ഐ നേതാവ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ 1-ാം പ്രതിയാക്കി. നാണവും മാനവും ഉസുറുപുളി താന്തി തറവാടുണ്ടാ ഭരണകൂടത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത്. അതന്നെ ഞാൻ ചോദിക്കുക. അത്രമാത്രം നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സഹി കെട്ടിട്ടാണ് നിങ്ങൾക്ക് നേരെ അവർ വന്നിട്ട്. മനസ്സിലാക്കണം നിങ്ങളുടെ കരഞ്ഞ് കാല് പിടിച്ചില്ലേ? തിരുവനന്തപുരം പോയാണ്ട് അണ്ണാക്കിലേക്ക് തിരികൊടുത്ത് തിരുവനന്തപുരത്തുള്ള ഏത് തന്തക്ക് പറക്കാത്തവനാണ് ഈ കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുത്തെങ്കിൽ എടാ പരമനാറി ഇനിയും ഒന്ന് മനസ്സിലായിക്കോ. തന്തക്ക് പറക്കാത്തവനെ നീ നിന്റെ അച്ഛനെ അല്ലെങ്കിൽ നിന്റെ തള്ള കൂട്ടി കൊടുക്കുന്ന പരിപാടിയാടാ നാറി നീ ചെയ്ത്. കമ്പനി ഉടമയോടാടാ നാറി നിന്നോടാ എനിക്ക് പറയാനുള്ളത്. തന്തയും തറവാടും ചെറ്റയിൽ നിൽക്കണ്ടേ നിനക്ക് എന്നറിയാലോ അല്ലേ? ആ കമ്പനി ഫ്രഷ് കട്ടിന്റെ മുതലാളിക്ക് എന്നറിയാം, ആ നാറിക്ക് എന്നറിയാം. നിന്നോട് ഞാൻ പണ്ട് ഏറ്റുമുട്ടിയാണ്, എനിക്കറിയാറല്ലേ? നിനക്കറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നിന്റെ കൂട്ടത്തിൽ വേറൊരുത്തരും കൂടെ നായിന്റെ മോനും കൂടി ഉണ്ടായിരുന്നു. പരമനാറി തന്തക്ക് പറക്കാത്തവൻ. എടാ നാറി നീയൊക്കെ നിന്റെ പിന്നെ തള്ളക്കും തന്തക്കും അല്ലെങ്കിൽ നിന്റെ മക്കൾ കട നാറി കോഴി വേസ്റ്റടാ നാറി തിന്നാൻ കൊടുക്കല്. നാണവും മാനവും ഉസുറും പുലി ഉണ്ടല്ല. എന്നിട്ട് ഭരണകൂടത്തിൽപ്പെട്ട പിന്നെ പാർട്ടിയിൽപ്പെട്ട നാറികൾ പറയാണ് എന്തായാലും ഭീകരവാദം തീവ്രവാദം എന്റെ അമ്പളപ്പൂ നാറികളെ നാണവും മാനവും ഉസുറും പുലി ഉണ്ടല്ലടാ അങ്ങക്ക്. എന്നിട്ട് തീവ്രവാദികൾ എന്ന് പറഞ്ഞ പിന്നെ എന്നെ മറ്റീക്കാണല്ലോ തീവ്രവാദികൾക്ക് നോഞ്ഞേര് നാണോ മാനം ഉസുറും പുളിണ്ടതാ. ഞാനൊക്കെ പോയി അവിടുന്ന് ഉസുറും പുളിയില്ല. ഇതൊക്കെ കേട്ടു നോക്കി നിങ്ങള് എത്രമാത്രം സങ്കടം ഉണ്ട് നിങ്ങള്. ആയിക്കോട്ടെ, എനിക്ക് പകലും നിങ്ങൾ വന്നോളി, രാത്രി വരുന്നതിനെ പറ്റി രാത്രി 12 മണിക്ക് 2 മണിക്ക് 4 മണിക്കും വരും, എല്ലാ ദിവസവും വരും. ഓട്ടോ പുതിയ സ്ഥലം കണ്ടടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. കോയിന്റെ ആ പാട കണ്ടോ? പുഴയൊക്കെ പോണ തോടാണ് നമ്മളെ. കരിഞ്ഞ വെള്ളം, കട്ട വെള്ളം കറക്റ്റ് നമ്മളെ തോട്ടിക്കാ ചാടുന്നത്. അതാണ് ഫ്രഷ് കട്ടിന്റെ മതിലാണിത്. നേരിട്ട് ഇങ്ങനെ ചാടുക. എന്താ പറയാ, പാട കണ്ടോ? ഈ പാട വൃത്തികെട്ട പാടം. ഇത് ഫ്രഷ് കട്ടിലെ മാലിന്യ വെള്ളം പുഴയൊക്കെ ഒഴുകിയിട്ട് പുഴയില് എന്താ പറയാ ഇതിനൊക്കെ നമ്മൾ ഈ വളർത്തു പൂച്ചന്റെ മേത്തുള്ള രോമല്ലേ, അതേ ആ അവസ്ഥ. അത് ഇതൊന്ന് കണ്ടു നോക്കി, ഈ താഴോട്ട് പോണ വെള്ളം. രാത്രിയൊക്കെ 12 മണിക്ക് 2 മണിക്ക് ഇവിടെ വരുന്ന ബുദ്ധിമുട്ടല്ലേ? ആയിക്കോട്ടെ, എനിക്ക് പകലും നിങ്ങൾ വന്നോളി, രാത്രി വരുന്നതിനെ പറ്റി രാത്രി 12 മണിക്ക് 2 മണിക്ക് 4 മണിക്കും വരും, എല്ലാ ദിവസവും വരും. റിസൾട്ട് ഇനിയും തുറക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊല്ലുന്നതിന് സമാനം.
അർദ്ധരാത്രി സമയങ്ങളിൽ പോലീസ് വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് അവസാനിപ്പിക്കണം. അധികാരികളെ ഈ ഫ്രഷ് കെട്ട് തുറക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെയും കൂടി ഒന്ന് കൊന്നു തരണം. അല്ലെങ്കിൽ ഇനി ഈ മണം സഹിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ പിറന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഈ ദുരിതത്തിനുള്ള കാരണം. നമ്മുടെ പണിപ്പതിപ്പിനുമാണ് നമ്മൾ സ്വസ്ഥമായ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളെ കൈവടിയരുത്. ഉദ്യോഗസ്ഥ ഗുണ്ടായുസം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചു. സർക്കാർ കൂടെ നിൽക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇത് മുഴുവനായിട്ടും ഇവരെ പ്രശ്നത്തിൽ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണ്. ഇത് ചീഞ്ഞളിഞ്ഞ വേസ്റ്റാണ് കേട്ടോ, ഈ കിടക്കുന്നത് മുഴുവനും. അപ്പൊ അതുപോലെ ഇതിന്റെ പുറകിലേക്കുള്ള ഡബ്ബുകളിലുണ്ട്. ഇതിപ്പോ ഇവർക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അത് എന്താ എ.ടി. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ സ്ഥലമാണിത്. ആ സ്ഥലത്തുള്ളവർ താൽക്കാലികമായിട്ട് ഇതിന്റെ മുമ്പ് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയൊരു ഗോഡൌണാണിത്. ഇതിന്റെ പുറകിൽ ഒരു ടാങ്ക് കൂടി ഇല്ല. ആ ടാങ്കിലാണ് ഇതിന് സ്ലറി നടത്തുന്നത്. അല്ല, ഈ ഭാഗത്തേക്ക് ഇത് ഒഴുകുന്നതൊക്കെ അതിന്റെ ഇങ്ങനത്തെ ഒരു മാലിന്യ പ്ലാന്റിൽ നിന്ന് ഒരു കാരണവശാലും ആ പ്ലാന്റിൽ നിന്ന് ഇത്തരം വേസ്റ്റുകളൊന്നും ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ